ഹലോ. എടി നീ ഫ്രീ ആണെങ്കിൽ ഒന്ന് പുറത്ത് കോഫി ഷോപ്പിലോട്ട് വരാവോ? പുറത്തോ? നീ എപ്പോഴും ഇവിടെ ഒന്ന്? ഞാൻ ദേ ഇപ്പോൾ വന്നു. നീ വേഗം ഒന്ന് വാ, എനിക്കൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുണ്ട്. എന്താ പ്രശ്നം? നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ കാര്യം പറ. എടി ഫോണിൽ കൂടി പറയാൻ പറ്റാത്തോണ്ടല്ലേ നേരിട്ടൊന്ന് വരാൻ പറയണേ. നീ പറ്റുമെങ്കിൽ ഒന്ന് വാ. ഇതെന്ത് ഇവൾക്ക് പറ്റി? ഹലോ, പറ, എന്താ നിന്റെ പ്രശ്നം? എടി നിനക്ക് അവനൊന്ന് വിളിച്ച് സംസാരിക്കാൻ പറ്റുമോ? എന്നെ അവൻ ബ്ലോക്ക് ആക്കിയെന്നാ തോന്നണേ. ഞാൻ പറയണ കേൾക്കാൻ പോലും അവൻ കൂട്ടാക്കണില്ല. ഇപ്പൊ കുറെ ആയല്ലോ നിങ്ങൾ തമ്മിലിങ്ങനെ ഓരോ പ്രശ്നങ്ങള്. ശരിക്കും എന്താ ഇഷ്യൂ? എടി ഇഷ്യൂ എന്താന്ന് പറഞ്ഞാൽ മാരേജ് ആണ് ഇഷ്യൂ. അവന് 2 മാസത്തിനുള്ളിൽ കല്യാണം വേണമെന്ന്. നിനക്ക് തോന്നുന്നുണ്ടോ നടക്കുമെന്ന്? എനിക്കൊരു ജോലി പോലും ഇല്ല. ഒരു ജോലി പോലും ഇല്ലാണ്ട് എങ്ങനെ കല്യാണം കഴിക്കാനാ? ഇത് നിനക്ക് അവനോട് മര്യാദക്ക് സംസാരിച്ചാൽ എന്താ പ്രശ്നം? എനിക്കൊരു ജോബ് വേണം, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം, ഇതൊക്കെ കഴിഞ്ഞ് മതി കല്യാണം എന്ന് പറഞ്ഞപ്പോ എന്താ പ്രശ്നം? ഞാൻ ഇതൊക്കെ പറയാതിരിക്കും നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഇതൊക്കെ പറഞ്ഞതാ. എത്ര വട്ടം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയെന്ന് അറിയോ നിനക്ക്? പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. അതുമല്ല, ഞാൻ ജോലിക്ക് പോണ കാര്യം പറയുമ്പോൾ അവനൊരു താല്പര്യം ഇല്ലാത്ത പോലെയാ. അല്ല, നീ എന്താ ഇതുവരെ ജോലിക്ക് ശ്രമിക്കാത്തെ? നീ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞല്ലേ? ശ്രമിക്കാനായിട്ടല്ലടി, കിട്ടുന്നില്ല. എല്ലാവർക്കും ഇപ്പോൾ സ്കിൽസാണ് വേണ്ടത്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്നാൽ നിനക്ക് സ്കിൽ ഓറിയന്റഡ് ആയിട്ട് ഒരു എക്സ്ട്രാ കോഴ്സ് പഠിച്ചൂടെ? എന്ത് കോഴ്സ് പഠിക്കാനാ? ഇതിൻ്റെ ഇടയിൽ എനിക്ക് അതൊന്നും ചിന്തിക്കാൻ പോലും സമയമില്ല. ആലോചിക്കണം. നിനക്കല്ലേ ജോലി വേണ്ടത്, അപ്പൊ നീ അല്ലേ ഇതിനെപ്പറ്റി ആലോചിക്കണ്ടേ? നീ എന്തായാലും എഡ്യൂറിൽ പോയി അഡ്മിഷൻ എടുക്കും. എഡ്യൂറോ? അതെ, എഡ്യൂർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അവിടെ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. നമ്മൾ ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ യൂട്യൂബ്, സ്വിഗ്ഗി, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ വെബ്സൈറ്റും ആപ്പ് മോഡലും എല്ലാം പ്രാക്ടിക്കലായി ഇവർ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. ഫ്രണ്ട് എൻഡ്, ബാക്ക് എൻഡ്, ഡാറ്റാബേസ് ബിൽഡിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരൊറ്റ കോഴ്സിൽ പഠിക്കാൻ പറ്റും. നീ ഇതൊന്ന് പഠിച്ചിട്ട് ജോലിക്ക് ട്രൈ ചെയ്ത് നോക്കും, എന്തായാലും കിട്ടും. ആടി, നോക്കാം. എനിക്കെന്തോ ഒരു താല്പര്യമില്ലാത്ത പോലെ. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഇവിടെ പഠിച്ച് പ്ലേസ്ഡ് ആയിട്ടുള്ളതാ. ഏയ്, താല്പര്യമില്ലാത്തൊന്നുമല്ല. നീ എന്തായാലും അവരുടെ കോൺടാക്ട് നമ്പർ ഒന്ന് ഷെയർ ആക്ക്. പിന്നെ എനിക്കിതിന് അവൻ സമ്മതിക്കുന്നു തോന്നുന്നില്ല കേട്ടോ. ഒന്നാമത് ഞാൻ ജോലിക്ക് പോണ കാര്യം പറയുമ്പോൾ തന്നെ അവനൊരു ഇൻട്രസ്റ്റ് കുറവുണ്ട്. പിന്നെ ഇതും കൂടിയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കണക്കിനാണ് ആ ജോലിക്ക് പോണ കാര്യം ഒന്ന് സെറ്റാക്കുന്നത്. നോക്കാം. ഞാനൊരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാം. എനിക്ക് എന്നോടൊന്നും തോന്നരുത്. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളത് നമുക്ക് വേണ്ടി ആദ്യം ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞാണ് ഈ കല്യാണമൊക്കെ. അത് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. എടി, ഇതെനിക്ക് ആഗ്രഹമുള്ള കാര്യമൊക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് അവന് മനസ്സിലാവുന്നില്ലല്ലോ. ഇനി നീ ഒന്ന് വിളിച്ച് സംസാരിച്ചു നോക്കൂ. എടാ, ഇതൊന്നും വേറൊരാൾ പറഞ്ഞിട്ട് മനസ്സിലാക്കേണ്ട കാര്യമല്ല. നിനക്കൊരു കോഴ്സ് പഠിക്കാൻ പോലും അവൻ്റെ അനുവാദം വേണം. നിനക്ക് കല്യാണം കഴിച്ച് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയണം എന്നാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ അവനെ വിളിക്കാം. അതല്ല, നിനക്ക് കരിയറാണ് ഇമ്പോർട്ടൻ്റ് എന്നുണ്ടെങ്കിൽ നീ എഡ്യൂറിനെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ ശരി, എനിക്ക് ഓഫീസിൽ കുറച്ച് വർക്ക് ഉണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം കേട്ടോ.